അധികാരവർഗങ്ങൾ തിരുത്താൻ വിസമ്മതിക്കുമ്പോഴൊക്കെ തെരുവിലിറങ്ങി ചരിത്രം തിരുത്തിക്കുറിച്ച ഒരു വിഭാഗമുണ്ട്. വിദ്യാർത്ഥികളും യുവാക്കളും. തലമുറകൾ മാറി, രീതികൾ മാറി, പക്ഷേ അനീതിക്കെതിരെയുള്ള അലർച്ചയ്ക്ക് ഇന്നും ഒരേ ചൂടാണ്. തുടക്കം നമ്മുടെ സ്വന്തം കേരളത്തിൽ നിന്ന്. 1957 കുട്ടനാട്ടിലെ ബോട്ട് ചാർജ് വർധനവിനെതിരെ സ്കൂൾ കുട്ടികൾ തുടങ്ങിയ ആ സമരം വെറുമൊരു ഒരണയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നില്ല. അത് അധികാര സിംഹാസനങ്ങളെ വിറപ്പിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വമ്പൻ വിദ്യാർത്ഥി മുന്നേറ്റമായിരുന്നു ഒരണ സമരം. വടക്കുകിഴക്കൻ ഇന്ത്യയിലേക്ക് നോക്കിയാൽ സ്വന്തം സ്വത്വത്തിനും സംസ്കാരത്തിനും മണ്ണിലെ അവകാശങ്ങൾക്കും വേണ്ടി ആസാമിലെ ബോഡോ യുവാക്കൾ നടത്തിയ പോരാട്ടം, വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ ദശാബ്ദങ്ങൾ നീണ്ടുനിന്ന ബോഡോ പ്രക്ഷോഭം തെളിയിച്ചത് ഒന്നാണ്: യുവത്വം വിചാരിച്ചാൽ ഒരു ജനതയുടെ ഭൂപടം തന്നെ മാറ്റി എഴുതാം. അയൽ രാജ്യമായ നേപ്പാളിലും ചിത്രം വ്യത്യസ്തമായിരുന്നില്ല. പരമ്പരാഗത രാഷ്ട്രീയ രീതികളെ തള്ളിപ്പറഞ്ഞ് ഡിജിറ്റൽ യുഗത്തിലെ ജെൻസി ചെറുപ്പക്കാർ അഴിമതിക്കും ഭരണകൂട അപാകതകൾക്കുമെതിരെ തെരുവിലിറങ്ങി. അവർക്ക് മുൻപിൽ അധികാരികൾക്ക് മുട്ടുമടക്കേണ്ടി വന്നു. വർഷങ്ങൾക്കിപ്പുറം ഇന്നിതാ ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ തെരുവുകളിലൂടെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ കനത്ത ചൂട് ഇന്ത്യയെ ഒന്നാകെ ആളി കത്തിക്കുകയാണ്. ജന്തർ മന്ദിറിലെ പ്രതിഷേധത്തിൽ പങ്കെടുത്ത യുവാക്കൾ വിവിധ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയായിരുന്നു. സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള ഭരണഘടനാപരമായ അവകാശം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളിലൊന്നാണ്. എന്നാൽ പ്രതിഷേധം പുരോഗമിക്കവേ ഡൽഹി പോലീസ് പ്രതിഷേധക്കാരെ നീക്കം ചെയ്യാൻ ശ്രമിച്ചു. സോഷ്യൽ മീഡിയയിലും വാർത്താ റിപ്പോർട്ടുകളിലും പ്രചരിച്ച നിരവധി ദൃശ്യങ്ങളിൽ പ്രതിഷേധക്കാരെ ബലമായി വലിച്ചിഴയ്ക്കുന്നതും തടഞ്ഞു വയ്ക്കുന്നതും കാണാമെന്ന ആരോപണങ്ങൾ ഉയർന്നു വന്നു. അതേസമയം ഡൽഹി പോലീസിന്റെ നിലപാട് വ്യത്യസ്തമായിരുന്നു. നിയമവും ക്രമവും പാലിക്കാനും അനുമതിയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ നടപ്പിലാക്കാനുമാണ് നടപടിയെടുത്തതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. പ്രതിഷേധത്തിനിടെ ഉണ്ടായ പോലീസ് ഇടപെടൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. മനുഷ്യാവകാശ പ്രവർത്തകരും നിരവധി സാമൂഹിക നിരീക്ഷകരും പ്രതിഷേധക്കാരോട് അമിത ബലപ്രയോഗം നടന്നുവെന്ന് വിമർശിച്ചു. മറുവശത്ത് പോലീസ് അവരുടെ നടപടികൾ നിയമപരമായിരുന്നുവെന്നും പൊതുസുരക്ഷ ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടു കൂടിയാണെന്നും ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാനുള്ള അവകാശവും പൊതുസമാധാനം നിലനിർത്താനുള്ള സർക്കാരിന്റെ ഉത്തരവാദിത്തവും തമ്മിലുള്ള അതിർത്തി എവിടെയാണെന്ന ചോദ്യമാണ് ഈ സംഭവത്തിലൂടെ വീണ്ടും ഉയർന്നിരിക്കുന്നത്. സംഭവത്തിന് പിന്നാലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വ്യത്യസ്ത നിലപാടുകളാണ് സ്വീകരിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാക്കൾ പ്രതിഷേധക്കാരോട് കാണിച്ച നടപടിയെ വിമർശിക്കുകയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമേലുള്ള സമ്മർദ്ദമാണിതെന്ന് ആരോപിക്കുകയും ചെയ്തു. ഭരണപക്ഷം മറുവശത്ത് നിയമലംഘനമുണ്ടായാൽ പോലീസ് ഇടപെടൽ സ്വാഭാവികമാണെന്നും വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും പ്രതികരിച്ചു. സോഷ്യൽ മീഡിയയിലും ഈ വിഷയം ശക്തമായ ചർച്ചകൾക്ക് വഴിവെച്ചു. ചിലർ യുവജനങ്ങളുടെ ശബ്ദം അടിച്ചമർത്തപ്പെടുകയാണെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ മറ്റു ചിലർ നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്നും വാദിച്ചു. ജന്തർ മന്ദിറിലെ ഈ പ്രതിഷേധം ഒരു ദിവസത്തെ വാർത്ത മാത്രമല്ല. മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാട്ടിലുണ്ടായ വിദ്യാർത്ഥി പ്രക്ഷോഭവും കാവേരി നദി വിഷയത്തിലുണ്ടായിരുന്ന കർണാടകയിലെ വിദ്യാർത്ഥികൾ തെരുവ് വീഥികളിലൂടെ അണിനിരന്നതും അത്തരത്തിൽ ഒരു വിദ്യാർത്ഥി സമൂഹത്തിന്റെ യുവജനതയുടെ ഐക്യദാർഢ്യത്തിന്റെ ശക്തി തന്നെയായിരുന്നു. അത്തരത്തിൽ ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാനുള്ള അവകാശം, പോലീസിന്റെ അധികാരപരിധി, സർക്കാരിന്റെ ഉത്തരവാദിത്തം, രാഷ്ട്രീയത്തിന്റെ സ്വാധീനം ഇവയെല്ലാം വീണ്ടും ചർച്ച ചെയ്യപ്പെടാൻ കാരണമായ ഒരു സംഭവമായി മാറിയിരിക്കുകയാണിത്. അധികാരം ഏത് സർക്കാരിന്റെ കയ്യിലായാലും ജനങ്ങളുടെ ശബ്ദം കേൾക്കപ്പെടുകയും നിയമം നീതിപൂർവം നടപ്പാക്കപ്പെടുകയും ചെയ്യുക എന്നത് ഒരു ജനാധിപത്യത്തിന്റെ ശക്തി തന്നെയാണ്. ഈ സംഭവത്തിൽ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷണം, തെളിവുകൾ, ഔദ്യോഗിക വിശദീകരണങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അന്തിമ നിഗമനത്തിലേക്ക് എത്താൻ കഴിയൂ. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പ്രതിഷേധാവകാശവും നിയമപാലനവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ എങ്ങനെ ഉറപ്പാക്കാം? നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ പങ്കുവയ്ക്കൂ. ഐ എം സൈനിങ് ഓഫ്. താങ്ക് യു.